യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷൈജു. എൻ്റെ വീട് എറണാകുളം ജില്ലയിലുള്ള എറണാകുളം ജില്ല കൊച്ചിക്കടുത്തുള്ള കണ്ടക്കള വീട്. എൻ്റെ തൊഴിൽ മരപ്പണിയാണ്. ഞാനപ്പോൾ മരപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. മരപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് നാളായിട്ട് ഞാൻ മരപ്പണിക്കാരാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വർക്കുകളും ചെയ്യും. ഒരു ഭാരമുള്ളതൊക്കെ വെക്കുന്ന ആളാണ്. പ്ലൈവുഡൊക്കെ കാർപ്പണിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്ലൈവുഡൊക്കെ എടുത്ത് വെക്കും, മരം എടുത്ത് വെക്കും, മേളിലൊക്കെ കയറുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാ ജോലിയും കാർപ്പൻ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല രീതിയിൽ പണി ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്ത കതപ്പ് വരുന്നു. നെഞ്ചിനകത്ത് നിന്നൊക്കെ കതപ്പ് വരാൻ തുടങ്ങി. അങ്ങനെ അത് കാര്യമാക്കില്ല, വീണ്ടും പണിക്കൊക്കെ പോയി തുടങ്ങി. എന്നാലും അത് ഓരോ ദിവസം കഴിയുന്നതോറും അത് കൂടിക്കൂടിയാ വന്നത്. അങ്ങനെ പിന്നെ കൊളസ്ട്രോൾ ആയിരിക്കുന്ന കരുതിയത്. അങ്ങനെ അത് കുറവില്ലാതെ വന്നപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൂടെ കാണിച്ചു. ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നെഞ്ചിനകത്തുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ എറണാകുളത്തേക്ക് അയച്ചു. എറണാകുളത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ അവിടെ ചെന്ന് അവിടെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് എല്ലാ പരിശോധനകളും നടത്തണമെന്ന് പറഞ്ഞ് ബ്ലഡ് ഉൾപ്പെടെയുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ഹാർട്ടിന്റെ കംപ്ലൈന്റ് ആയതുകൊണ്ട് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്റെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ അതിന്റെ ബ്ലോക്ക് ഉണ്ടെന്ന് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു കാരണവശാലും ജോലി ചെയ്യാനുള്ള നടക്കാൻ പോലും പാടില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ കസേര ഇരുത്തിയിട്ട് എനിക്ക് മരുന്നൊക്കെ തന്നിട്ട് പറഞ്ഞു നടക്കാനൊന്നും പാടില്ല. എന്നെ വീൽ ചെയറിൽ എത്തിയാണ് ടോയ്ലറ്റിലും എല്ലാവരെയൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ബ്ലോക്ക് ഉണ്ട്, അപ്പൊ ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പ്രായം ഒരു 40 വയസ്സേ എനിക്കുണ്ടായുള്ളൂ ആ സമയത്ത്. അപ്പൊ ചെറിയ പ്രായമായതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ എറണാകുളത്ത് സൗകര്യമില്ല, അത് കാരണം എന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഞാനൊരു സാധാരണ കുടുംബത്തിലെ വ്യക്തിയാണ്. അപ്പോൾ ഭാര്യയും 2 കുട്ടികളും അമ്മയൊക്കെ ഉള്ള ഒരു കുടുംബമാണ് എൻ്റെ. പെട്ടെന്നുണ്ടായ ഈ രോഗാവസ്ഥ മൂലം എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കളും എല്ലാവരും തന്നെ ആകെ മാനസികമായി, ശാരീരികമായിട്ട്, സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കമുള്ള കുടുംബമാണത്. അങ്ങനെ ഞങ്ങളായി കഷ്ടപ്പാടിലായി. വീട്ടുകാരൊക്കെ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളായി, മൊത്തത്തിൽ പ്രശ്നമായി. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു. അവിടെയും പലതരത്തിലുള്ള ചികിത്സകൾ ഡോക്ടർമാർ പരിശോധിച്ചു. എന്നോട് പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ബ്ലോക്കിൽ ഒരു ഇത് കിട്ടും, പിന്നെ പണിക്കൊക്കെ ഇനി കാർപ്പൻ്റർക്ക് മരപ്പണിക്കൊന്നും പോകാൻ പറ്റത്തില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ അവിടെ ഒരു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ പ്രകാരം അഡ്മിറ്റായി. അഡ്മിറ്റ് ആയതിനു ശേഷം എന്നെ അവർ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് പോലും എൻ്റെ അസുഖം അല്ലെങ്കിൽ എൻ്റെ ബ്ലോക്ക് മാറിയില്ല. അങ്ങനെ അവസാനം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരു മാർഗമുള്ളത് ബൈപ്പാസ് സർജറിയാണ്, ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണം, എന്നാല് എന്തെങ്കിലും ഇതിനൊരു പ്രതിവിധി ആവുമെന്ന് പറഞ്ഞ് എന്നെ ഡോക്ടർമാർ വീട്ടിലേക്ക് അയച്ചു. അതിനൊരു ഡേറ്റ് തന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് ശാരീരികവും മാനസികമായും ഞാനും ആയ വിഷമത്തിലായി. എൻ്റെ കുടുംബമൊക്കെ ആയ തകർന്നു. എല്ലാ ബന്ധുക്കളും എല്ലാവരും വളരെയധികം ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് ഞങ്ങളൊരു സാധാരണ കുടുംബമായതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു പള്ളിയിൽ പോയി. പള്ളിയിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷനൊക്കെ തീരുമാനിച്ചു. ഡേറ്റ് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ആ ഡേറ്റിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചു. ഞാൻ എൻ്റെ വൈഫും കൂടി, ഭാര്യയും കൂടി ഞാൻ പള്ളിയിൽ ചെന്ന് കുർബാന കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ വീടിനടുത്തൊരു സുഹൃത്തുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവൻ്റെ പേര് മണി എന്നാണ്. അവൻ ഈ ജോസ് തോമസ് ബ്രദറുമായിട്ട് പരിചയമുള്ള ഒരു സുഹൃത്താണ്. ബ്രദറിന്റെ ധ്യാനം കൂടിയിട്ടുണ്ട് നേരത്തെ. അത്താണിയിലാണ് അന്ന് ധ്യാന കേന്ദ്രം. അപ്പൊ എന്നെ കണ്ടപ്പോൾ അവൻ എൻ്റെ രോഗത്തെ പറ്റി അന്വേഷിച്ചു. അപ്പൊ നമ്മൾ രോഗം വളരെ ഇടങ്ങേറാണ്, ഇനിയിപ്പോ ഓപ്പറേഷനാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ കാര്യങ്ങളെല്ലാം അവനറിയാം. ഞാനും അവനൊക്കെ സെയിം ഒരേ തരത്തിൽപ്പെട്ട ടീമാണ്. ഞാൻ കാർപ്പൻ്റർ ആണെങ്കിൽ അവനൊരു വാർക്ക പണിക്കാനാണ്. അങ്ങനെ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അത്താണിയിൽ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, ബദൽ ധ്യാന കേന്ദ്രം. അവിടെ ജോസ് തോമസ് എന്ന പേരുള്ള ഒരു ബ്രദറുണ്ട്. ആ ബ്രദറിനെ വന്ന് കണ്ടു നോക്കൂ, നിന്റെ ഈ രോഗം മാറും. നിന്റെ ഈ അവിടെ വന്ന് നീ പിന്നെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചാൽ നിന്റെ ഈ രോഗം മാറുമെന്ന് മാത്രമല്ല, നിന്റെ ഈ രോഗമൊന്നും അവിടെ ഒന്നുമല്ലെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞ ആ വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും ഈ അത്താണി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ എത്തിയാൽ മതി, ഞാൻ അവിടെ വന്നൊന്ന് കാല് കുത്തിയാൽ മതി, എന്റെ അസുഖം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു, ആഗ്രഹിച്ചു. പക്ഷെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എനിക്കറിയില്ല ധ്യാനകേന്ദ്രം എവിടെയാണെന്ന്. വരാനുള്ള മാർഗങ്ങൾ കഴിഞ്ഞു. രോഗിയായതുകൊണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ കൊണ്ടുവരാനും തയ്യാറായില്ല. വളരെ മോശപ്പെട്ട അവസ്ഥയൊക്കെയായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഈ മണിയും എൻ്റെ കൂട്ടുകാരനായ മണിയും അവന്റെ ഭാര്യയും അവന്റെ കുട്ടികളും കൂടിയാണ് എന്നെ എൻ്റെ വൈഫിനെ കൂടി ചേർത്തുകൊണ്ട് അത്താണി ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങളെ ധ്യാനിപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ അത്താണി ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞങ്ങൾ ഇതേപോലെ താമസിച്ചു, ധ്യാനത്തിൽ പങ്കുകൊണ്ടു.
അങ്ങനെ ധ്യാനത്തിൽ പങ്കുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് ജോസ് തോമസ് ബ്രദർ ധ്യാനത്തിൽ സ്ഥലത്ത് വെച്ചാണ് പറയുന്നത്, മോനെ ഷൈജു, നിന്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തും, നിന്റെ രോഗം പൂർണ്ണമായും മാറുമെന്ന് എന്നോട് ജോസ് തോമസ് ബ്രദറാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ അവിടെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, കണ്ണീരോടെ ഒരുപാട്, ഞാനും എൻ്റെ വൈഫൊക്കെ ഒരുപാട് സങ്കടത്തോടെ ഞങ്ങൾ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നു. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എൻ്റെ ബൈപ്പാസ് ഓപ്പറേഷൻ്റെ ഡേറ്റ് തന്നാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഞാൻ കോട്ടയത്തേക്ക് പോയില്ല, ഇവിടെ വെച്ച് ബ്രദർ ഇങ്ങനെ പറഞ്ഞത് കാരണം. പിന്നെ എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞിട്ട്, ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പറഞ്ഞു സുഖപ്പെടുമെന്ന് പറഞ്ഞിട്ട്, ഈശോനെ സുഖപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. എന്താണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പിന്നെ പോയില്ല. എല്ലാവരും എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം എനിക്ക് വീണ്ടും വേദന വന്നു. പിന്നെ വേദന കൂടി അവസാനം വീണ്ടും എന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ധ്യാനം കൂടിയതിനു ശേഷമാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് എൻ്റെ ടെസ്റ്റുകളൊക്കെ എല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറയുകയാണ് എൻ്റെ രോഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിപ്പോയി, ഇപ്പൊ പഴയ ഒരു എല്ലാ ടെസ്റ്റുകളിലും എനിക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് കാണിച്ചത്. അങ്ങനെ ഞാൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു. ബ്രദർ പറഞ്ഞു, ഈശോ നിന്നെ സുഖപ്പെടുത്തി, ഇനി നിനക്ക് ഈ രോഗം വരില്ല, ഒരു കുഴപ്പം ഉണ്ടായില്ലെന്ന് ജോസ് തോമസ് ബ്രദറാണ് എന്നോട് പറഞ്ഞത്. ജോസ് തോമസ് ബ്രദറാണ് ആദ്യം എന്നോട് പറയുന്നത് നിന്റെ ഈ രോഗം മാറിപ്പോകുന്നു. അതിനുശേഷമാണ് ഡോക്ടർമാർ പറയുന്നത്, പരിശോധിച്ചിട്ട് എൻ്റെ അസുഖം മാറിയെന്ന് ഡോക്ടർമാർ അവർ പരിശോധിച്ചിട്ട് അത് പറയുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് ഇന്ന് വരെ ഒരു അസുഖം. അതിനുശേഷം ഞാൻ പിന്നെ ഒരു 3 വർഷം വിദേശത്ത് ഗൾഫിൽ ജോലിക്ക് പോയി. 3 വർഷക്കാലത്തോളം ഗൾഫിലായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നാട്ടിൽ വന്നിട്ട് ഇപ്പൊ നാട്ടിൽ വർക്കിന് പോകണേ. ഇപ്പൊ ഒരു 6 വർഷത്തോളമായി എൻ്റെ അസുഖം വന്നു പോയിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. സത്യം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിപ്പോ ഒരു പനി പോലും ഇല്ലെന്ന് പറയാം. ഒരു കുഴപ്പമില്ല എൻ്റെ ആരോഗ്യത്തിന്. ഞാൻ കാർപ്പൻറ്റർ ജോലി തന്നെ ചെയ്യുന്നു, നല്ല രീതിയിൽ, വളരെതിനേക്കാളും നല്ല രീതിയിൽ ഞാൻ ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി.